സോ ഹായ് ഗൈസ്, അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ മൂവി റിവ്യൂ ചാനലിൽ ഞാനൊരു വീഡിയോ ഇടുകയാണ്. ഫ്യൂരിയസ് മൂവി കണ്ടതിന് ശേഷം എൻ്റെതായ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണ് ആ മൂവി കണ്ടിട്ട് ഫീൽ ചെയ്തത് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഓക്കെ, പക്കമോൺ. അപ്പോൾ ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കെൻജി ടനിഗാക്കി എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അദ്ദേഹം ഒരു സ്റ്റൺ കൊറിയോഗ്രാഫറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ശരിക്കും മൂവിയിൽ കാണാനുണ്ട് കേട്ടോ, ഓരോ ഫ്രെയിമിലും. സൈ മിയാവ ആൻഡ് ജോ ടാസ്ലം ആണ് സ്റ്റാർസ്. അത് തന്നെയാണ് അവരുടെ റൈറ്റ് പ്രൊണൗൺസിയേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പേരിന്റെ. ബേസിക്കലി ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷെ എൻ്റെ മക്കൾ ഇതിന്റെ ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെയിൻ ആണ്. ഇതുപോലത്തെ ഒരു ആക്ഷൻ പടം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അത്രക്ക് കിട്ടിക്ക സാധനം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ വേറെ ലീഗ്. സ്റ്റോറി, ഈ മൂവിയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. അതായത് സംസാരശേഷി ഇല്ലാത്ത നായകന്റെ മകളെ കിഡ്നാപ്പ് ചെയ്യും, എന്നിട്ട് അദ്ദേഹത്തിന്റെ മകളെ തേടി പോകുന്നതാണ് ഈ സിനിമ. അതുപോലെ തന്നെ വേറെ കോസ്റ്റാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫ് ജേർണലിസ്റ്റ് ആണ്, അവരും മിസ്സിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ പിന്നീട് ഒരുമിച്ചുള്ള ഓരോ ആക്ട്സും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ മോനെ അതിന്റെ അടിയിൽ ഓരോ ഫൈറ്റ് കണ്ടു കഴിഞ്ഞ ഇപ്പൊ ഞാനിപ്പോ ഈ പടം കഴിഞ്ഞ് വന്ന് ദേ ഇരിക്കുമ്പോ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഈ പടം കണ്ട് വന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കേട്ടോ. എനിക്ക് തന്നെ ചുമ്മാ മാർഷൽ ആർട്സ് പഠിച്ചാൽ കൊള്ളാന്നുള്ള ഫീൽ ഉണ്ട്. ഞാൻ പണ്ട് കരാട്ടെ പഠിച്ചിട്ടുണ്ട്, ബ്രൗൺ ബെൽറ്റ് വരെ. ഓക്കെ, അപ്പോ എനിക്കപ്പോ ഈ ബേസിക്കലി ഇത് കണ്ടിട്ട് വെറുതെ സീനായി പോയി. ചില സീനൊക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴല്ല നമ്മൾ തന്നെ ചോടി ഇടിക്കാൻ തോന്നും, ചാടി പറഞ്ഞ് കൊടുക്കാൻ തോന്നും. ആ ഒരു ലെവൽ ഓഫ് ഇതാണ് ഈ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ബേസിക് പ്ലോട്ടാണ്. പക്ഷെ അതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി വെറുതെ എക്സെപ്ഷണൽ ആണ്. പിന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ളൊരു നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം ആ ഒരു ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ശരിക്കും ഫീൽ ചെയ്ത് കണ്ടു കഴിഞ്ഞാലാണ് ആ ഒരു മൂവിയുടെ ആ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അടിപൊളി. ഓരോ ഫൈറ്റും ഭയങ്കര ഡിഫറെന്റ് ആണ് ആക്ച്വലി. മൂവി കീപ്സ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ ലൊക്കേഷൻസ്, ന്യൂ ഒപ്പണൻസ് ആൻഡ് ന്യൂ വെപ്പൺസ്. അതുകൊണ്ട് നമുക്ക് ആക്ഷൻ ഒരിക്കലും റെപ്പിറ്റേറ്റീവ് ആയിട്ട് തോന്നില്ല. ഭയങ്കര ഒരു തിൻ പ്ലോട്ടാണ്. ഒരു ഗംഭീര പ്ലോട്ടൊന്നും പ്രതീക്ഷിച്ചാലും പോകരുത്, ആദ്യമേ പറയാം. പിന്നെ ലിമിറ്റഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. നിങ്ങളൊരു ഡീപ്പ് സ്റ്റോറിയാണ് എക്സ്പെക്ട് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടേക്കാം. ദി ഫ്യൂരിയസ് അപ്പോൾ എന്തായാലും വൺ ഓഫ് ദ പ്യുവർ ആക്ഷൻ മൂവീസ് ഐ ഹാവ് റീസെന്റ് വാച്ച്ഡ്. സ്റ്റോറി ഈസ് ബേസിക് ബട്ട് ദ ആക്ഷൻ ഈസ് വേറെ ലീഗ്. ശരിക്കും ഒരു ലിറ്ററൽ കില്ലർ മാർഷൽ ആർട്ട് കോമ്പാക്ട് ആണ് ഈ മൂവി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതില് തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. തട്ടിക്കൊണ്ട് പോയി ജസ്റ്റ് ഇങ്ങനെ പോകുന്ന സീനൊക്കെ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ. ആ ഓട്ടത്തിൽ നല്ലൊരു സൗണ്ട് എഫക്റ്റ് ഉള്ള തിയേറ്ററിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ നല്ലൊരു കിടിലൻ തിയേറ്ററിലാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മളും കൂടെ ഓടുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടും. അത് വേറെ സീനാണ് മോനെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിറ്ററലി നമ്മൾ ശരിക്കും നമ്മളെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഇതില്ലേ, അത് ശരിക്കും കിടിലാണ്. ഒരു രക്ഷയില്ല ആ ഒരു സീനൊക്കെ. അതിനുശേഷം ഈ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് കൊതിയോ മാർഷൽ ആർട്സ് പഠിച്ചാലാന്നുള്ളൊരു ഫീൽ വരും. ഓഫ്, നമുക്ക് തൊട്ടപ്പുറത്ത് ഇങ്ങനെ ചാടി അടിക്കാൻ തോന്നും. ആ ഒരു ലെവൽ ഓഫ് സാധനം ഉണ്ട് ഈ മൂവിക്ക്. സൈമാവാണ് മെയിൻ നടൻ ഇതിനകത്ത്. പക്ഷെ അതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ജോ ടാസ്ലിം. അത് നമ്മുടെ നായകന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്യായ സ്ക്രീൻ പ്രസൻസ് ആണ്. അതിനധികം പറഞ്ഞ് കൂടുതൽ ഓവറാക്കി ചെലവാക്കുന്നില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് സംഭവം വേഗം തന്നെ പോയി കണ്ടോ. കാരണം ഇപ്പം എല്ലാ തിയേറ്ററിലും ഉണ്ട്. ഞാൻ തന്നെ പോയി കണ്ടത് ആലുവയിലുള്ള സീനത്ത് തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. അപ്പം എല്ലായിടത്തും മിക്ക തിയേറ്ററിലും വന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ആ ഒരു പടത്തിന്റെ റേഞ്ച് ഏത്. ലിറ്ററലി ഒരു മൈൻഡ് ബ്ലോവിങ് ആക്ഷൻ മൂവിയാണ് നിങ്ങൾക്ക് ഈ പടം ഒരുക്കി വെക്കുന്നത്. അപ്പൊ എന്തായാലും മിസ്സാക്കാണ്ട് എല്ലാവരും പോയി കണ്ടോ. മൂവി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഈസ് കൊറിയോഗ്രാഫി. റാദർ ദാൻ ബിൽഡിംഗ് എ കോംപ്ലക്സ് സ്റ്റോറി, ഇറ്റ് ഫോക്കസ് ഓൺ പ്രാക്ടിക്കൽ സ്റ്റൺ വർക്ക്. നിങ്ങൾക്ക് ആക്ഷൻ പടങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയി കണ്ടോ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് ബ്ലഡ് സീൻസ് ഒക്കെ ഉള്ള കുറെ സീനുകളുണ്ട്. പടത്തിന്റെ ഡയറക്ടർ ഒരു സ്റ്റൺ കൊറിയോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് പടത്തിലുടനീളം ഉണ്ട് കേട്ടോ. അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. പൊളിയാണ് മക്കളെ. ചില ഫൈറ്റ് സീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽ ബ്രൂട്ടൽ ഫൈറ്റ് സീൻസ് ആണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ഈ പടത്തിന്റെ മെയിൻ തീം വരുന്നത്. അതുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കുറച്ച് സീൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു മൂവി കണ്ടതിന് ശേഷം. ഇതെല്ലാം പ്യുവർലി പേഴ്സണലാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. ക്രിറ്റിസിസം ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും. സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ കാണാം നമുക്ക്. അപ്പോൾ ഞാൻ ഈ ചാനലിൽ അപ്പം ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ കാണാം. It's me, Agent Foodie, saying bye.